വിപ്ലവം സൃഷ്ടിച്ചാണ് തമിഴ്നാട്ടിൽ ജോസഫ് സി വിജയ് അധികാരം പിടിച്ചത്. തുടർ ഭരണം പ്രതീക്ഷിച്ച DMKയെ അട്ടിമറിച്ച് 2 വർഷം മാത്രം പ്രായമുള്ള വിജയിയുടെ TVK അധികാരം പിടിച്ചപ്പോൾ അത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നിർണായകയേടായി മാറി. അന്നു മുതൽ വാർത്തകളിൽ നിറയുന്നുണ്ട് വിജയ്. പോസിറ്റീവായും നെഗറ്റീവുമായും ഒക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന്. എന്നാൽ ബജറ്റ് അവതരണം വൈകിയത് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം കടുത്ത വിമർശനങ്ങൾ ഉയർത്തുകയും രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. ഒരേ സമയമാണ് തമിഴ്നാട്ടിലും കേരളത്തിലും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ജൂൺ 19-ന് ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ഇന്ന് മാത്രമാണ് ബജറ്റ് അവതരണം നടന്നത്. എന്തായാലും ബജറ്റ് വൈകുന്നത് വലിയ വിമർശനത്തിനിടയാക്കിയെങ്കിലും ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വൻ ഹിറ്റാണ്. ജനപ്രീതി പിടിച്ചുപറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് വിജയുടെ ആദ്യ ബജറ്റിലുള്ളത്. സ്വർണവും ലാപ്ടോപ്പും സാരിയും ഒക്കെയായി ജനങ്ങളുടെ മനം കവരുന്ന ബജറ്റ് വിദ്യാഭ്യാസത്തിനും വികസനത്തിനും ഊന്നൽ കൊടുക്കുന്നുണ്ട്. ആദ്യ ബജറ്റിൽ തന്നെ വാഗ്ദാനം പാലിച്ച് തമിഴ് മക്കളുടെ മനം കവരുകയാണ് ജോസഫ് സി വിജയ്. നിയമസഭയിൽ അവതരിപ്പിച്ച കന്നി ബജറ്റിൽ തന്നെ ജനപ്രീതി പിടിച്ചുപറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് TVK സർക്കാർ നടത്തിയിരിക്കുന്നത്. 2031ഓടെ സംസ്ഥാനത്തെ $1.5 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിനുള്ള നിർണായക പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്ന ബജറ്റാണ് TVK സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്ക് 1 ഗ്രാം സ്വർണ്ണമോതിരം, വിവാഹിതരാകുന്ന യുവതികൾക്ക് 1 പവനും പട്ടുസാരിയും, വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ, ബ്രാൻഡഡ് സൈക്കിളുകൾ, ഹെൽമറ്റുകൾ, വാട്ടർ ബോട്ടിലുകൾ തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. തമിഴ്നാട്ടിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 1 പവൻ സ്വർണവും പട്ടുസാരിയും നൽകാൻ 812 കോടി രൂപയാണ് വിലയിരുത്തിയിരിക്കുന്നത്. തമിഴക വെട്രികഴകത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇത്. ആദ്യ ബജറ്റിൽ തന്നെ ആ പ്രഖ്യാപനം നടപ്പാക്കുകയാണ്. സ്ത്രീകൾക്കുള്ള പ്രതിമാസ ധനസഹായ തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗർഭിണികൾക്കായി എല്ലാ ജില്ലകളിലും പരിചരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും എന്നതാണ് പ്രഖ്യാപനം. സൗജന്യ ഭക്ഷണവും വൈദ്യസഹായവും നൽകും. ഇതിനായി 23 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള TVK സർക്കാരിന്റെ കന്നി ബജറ്റ് ധനമന്ത്രി N. മേരി വിൽസനാണ് അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കരുതൽ നൽകുന്നതുകൂടിയാണ് വിജയുടെ ആദ്യ ബജറ്റ്. அரசு மருத்துவமனைகளில் பிறக்கும் அனைத்து குழந்தைகளும் குழந்தையின் பிறப்பு கொண்டாடும் வகையிலும் தாயாக ஆழம் பிறகு அடையும் மகிழ்ச்சியும் முக்கியத்துவ வாய்ந்ததை போற்றும் வகையில் தாய்மாமன் அன்பளிப்பாக 1 கிராம் தங்க மோதிரம் வழங்கப்படும். இத்திட்டத்தை நடைமுறைப்படுத்துவதற்காக திருத்த வரவு செலவு திட்ட மதிப்பீடுகளில் 560 கோடி ரூபாய் நிதி ஒதுக்கீடு செய்யப்படுகிறது. வருவாய் எந்த அளவு ஈடு செய்யும் என்பதை கருத்தில் கொள்ளாமல் மாநிலம் கடன் பெற்று வந்துள்ளது. பொருளாதாரம் மற்றும் சமூக வளர்ச்சிக்கு முக்கியம் விளங்கும் மனிதவளம் மற்றும் உட்கட்டமைப்பில் முதலீடு செய்வதற்காக கடன் பெறுவதில் தவறு இல்லை என்றாலும் அந்த கடன்களை ஈடு செய்யக்கூடிய ரிசோர்ஸுகளை திரட்டும் முயற்சிகளும் அதனுடன் இணைந்திருக்க வேண்டும். இந்த எளிய உண்மையை முந்தைய அரசு உணர தவறியது. வருவாய் ஈட்டும் துறைகளில் பெரிய அளவிலான வருவாய் இழப்பு முந்தைய அரசு കണ്ടുകൊള്ളവിல்லை. എന്താണ് വിദ്യാർത്ഥികൾക്കായുള്ള വിജയുടെ കരുതൽ എന്നത് നോക്കാം. സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന് 44,527 കോടി രൂപയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് 8,393 കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. 3,734 സർക്കാർ സ്കൂളുകൾ നവീകരിക്കുന്നതിനായി 300 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. 10,000 സ്കൂളുകളിൽ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുന്ന സൂപ്പർ ക്ലീൻ സൂപ്പർ ക്യാമ്പസ് പദ്ധതിക്കായി 139 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ, ഹെൽമറ്റ്, വാട്ടർ ബോട്ടിൽ എന്നിവ നൽകുമെന്നും സർക്കാർ ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നു. മത്സര പരീക്ഷകൾക്കായി പ്രത്യേക പരിശീലനം സർക്കാരിന്റെ കീഴിൽ നടത്തുമെന്ന സുപ്രധാന പ്രഖ്യാപനവും ഉണ്ട്. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ നോക്കിയാൽ അതനുസരിച്ച്
മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നതിനുള്ള ഒരു നിർദ്ദേശമാണ് ഈ ബജറ്റിലുള്ളത്. 5 ലക്ഷം കോളേജ് വിദ്യാർത്ഥികൾക്ക് AI പരിശീലനം നടത്തുമെന്ന വാഗ്ദാനവുമുണ്ട് ബജറ്റിൽ. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻ തുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പ്രചാരണ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കുന്നതിനൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും വികസന രംഗത്തും AI രംഗത്തും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് TVKയുടെ കന്നി ബജറ്റിൽ പറയുന്നത്. 2031 5 ലക്ഷം യുവാക്കൾക്ക് AI പരിശീലനം നൽകുമെന്നും 12 ലക്ഷത്തോളം വരുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷത്തോളം വരുന്ന തൊഴിലില്ലാത്ത യുവാക്കൾക്കും നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ആദ്യ AI ഇന്നൊവേഷൻ നഗരം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. അറിവാകം എന്ന് പേരിട്ടിരിക്കുന്ന നഗരം AI ഡീപ് ടെക് വികസനത്തിനായിരിക്കും പ്രാമുഖ്യം നൽകുക. AI സർവകലാശാല, സെമി കണ്ടക്ടർ ഹാർഡ്വെയർ ടെസ്റ്റിംഗ് ലാബ്, മൾട്ടി ഡൊമൈൻ ഇന്നൊവേഷൻ ഇൻക്യുബേറ്ററുകൾ, ആധുനിക റെസിഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇതിലുണ്ടാകുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നത്. മധുരയിൽ പുതിയ സ്പെഷ്യൽ ലോ കോളേജും 90 കോടി രൂപ ചെലവിൽ 5 പുതിയ ITIകളും ആരംഭിക്കും. 12ാം ക്ലാസ് പരീക്ഷാ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം തിരികെ കൊണ്ടുവരണമെന്ന് ധനമന്ത്രി കേന്ദ്ര സർക്കാരിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടുക കൂടി ചെയ്തിരിക്കുന്നു. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് തമിഴ്നാട്ടിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് വരുന്നത്. അത് 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം തിരികെ കൊണ്ടുവരണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കായിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ട്. ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിന് 10 ഒളിമ്പിക് എക്സലൻസ് സെന്ററുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനായി 50 കോടി രൂപയാണ് ബജറ്റിൽ വിജയ് നീക്കിവച്ചിരിക്കുന്നത്. സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് അരൺ എന്ന പേരിൽ ഷെൽട്ടർ ഹോം പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. താമസം, ഭക്ഷണം, കൌൺസിലിംഗ് തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപിച്ച സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ബജറ്റിൽ ഏറ്റവും അധികം വിമർശനമുയർത്തുന്ന ഒരു ഭാഗം. ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു, പക്ഷേ അതിനെക്കുറിച്ച് യാതൊരു പ്രഖ്യാപനവുമില്ല. കേരളത്തിലും കർണാടകയിലും മറ്റും നടപ്പാക്കി കഴിഞ്ഞ പദ്ധതിയാണ്. തമിഴ്നാട്ടിലും സമാനമായ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എങ്കിൽ പോലും അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഈ ബജറ്റിലില്ല എന്നതാണ് ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു ഇത്. ആദ്യ ബജറ്റിൽ തന്നെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങളും വാർത്തകളും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് മൗനമാണ് ബജറ്റിൽ. 1 വർഷം 6 ഗ്യാസ് സിലിണ്ടറുകൾ ഒരു കുടുംബത്തിന് നൽകുമെന്ന പ്രഖ്യാപനത്തിലും യാതൊരു വിധത്തിലുള്ള പരാമർശവും ഉണ്ടായിട്ടില്ല. അതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിപക്ഷം ഈ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാരിനെതിരെ വിമർശനവുമായി ബജറ്റ് അവതരണത്തിന് ശേഷം രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ വിവാദ പ്രസ്താവനയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധിയെ അറസ്റ്റ് ചെയ്തത് DMKയ്ക്ക് വലിയ ഉണർവ് നൽകിയിരുന്നു. അത് വിജയ് സർക്കാരിന്റെ ഒരു എടുത്തുചാട്ടമായിരുന്നു എന്നും അതൊരു തെറ്റായ നീക്കമായിരുന്നു എന്നും ഒക്കെയുള്ള വലിയ വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു. ഉദയനിധിക്ക് ഇന്ന് എന്തായാലും സ്വീകരണം നൽകിക്കൊണ്ടാണ് സഭയിലേക്ക് പ്രതിപക്ഷം ഉദയനിധി സ്റ്റാലിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ബജറ്റ് അവതരണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് DMK നടത്തിയിരുന്നുവെങ്കിലും ഇന്ന് ബജറ്റ് അവതരണത്തോട് DMK സഹകരിക്കുകയായിരുന്നു. എന്തായാലും രാഷ്ട്രീയ പശ്ചാത്തലം ഉദയനിധിക്ക് അനുകൂലമായി മാറുമ്പോൾ ബജറ്റിലൂടെ വിജയ് ജനമനസ് കവർന്നിരിക്കുകയാണ്. വളരെ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. ഇനി നാളെ കാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അതും തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. കർഷകരുടെ മനം കവരുമോ വിജയ് എന്നത് കാത്തിരിക്കുകയാണ് തമിഴകം. കർഷകർക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടാകും നാളത്തെ ബജറ്റിൽ എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.